എന്റെ ദേവി, മകനെ വിവരം അറിയിച്ചില്ലേ? അറിയിച്ചു. ലീവില്ലാത്തോണ്ട് വരില്ലാന്ന് പറഞ്ഞു. എന്നാലും ശേഷക്രിയ പോലും ചെയ്യാതെ എന്താ ചെയ്യാൻ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. 6 മാസല്ലേ അയാള് വന്നു പോയിട്ട്. സ്ഥലം വിറ്റ കാശ് വാങ്ങാനാ അന്ന് ലീവിന് വന്നത്. സുഹൃതം ചെയ്യണം. പുത്രസുഖം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ദേവിയുടെ കാര്യം കൊണ്ട് ഇന്ന് വരെ എന്റെ കുട്ടികള് അല്പം പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അമ്മേ ദേവി, ഞാൻ പോവാ. വേണ്ട, തീരെ വയ്യാണ്ടായിരിക്കണം. ശരീരത്തിന് വല്ലാണ്ടൊരു അസ്കിത. ഏയ്, അതൊക്കെ അച്ഛന് തോന്നണതാ. പോരാത്തതിന് ആ GK സാറിന്റെ കാര്യം കേട്ടതുകൊണ്ടാ. ആ, അതുകൊണ്ട് ഒരേ ഒരു മകൻ ശേഷക്രിയ പോലും ചെയ്യാതെ. അച്ഛൻ എന്തിനാ വേണ്ടാത്ത കാര്യമൊക്കെ ചിന്തിക്കുന്നേ? ഒന്നുമില്ല. പിള്ളസാറ് പറയും, കുട്ടികളെയൊക്കെ നന്നായി പഠിപ്പിക്കുക, അവരെ നല്ല നിലയിലെത്തിക്കുക, അവരുടെ കുടുംബം, വിവാഹം, ഉദ്യോഗം, അങ്ങനെ അവരുടെ ഉയർച്ചയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാവുന്നു. ശരി തന്നെയത്. പേടിക്കണ്ട അച്ഛ, ഞങ്ങളായിട്ട് അച്ഛൻ ഒരു കുറവും വരുത്തിക്കില്ല. എന്തായി പറയണേ? എന്റെ കുട്ടികള് ഒരു കുറവ് വരുത്തേ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചിട്ടില്ല. അച്ഛന്റെ സംസാരം കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു. ഏയ്, എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കണേ? നിങ്ങളുടെ മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ലേ അച്ഛൻ? ഇനിയും നിങ്ങളുടെ ഉയർച്ച കാണണം. അതിനുവേണ്ടി ഇനിയുള്ള കാലം ശരണാലയത്തിലായാലും സന്തോഷമുള്ളൂ. ഞങ്ങളിതെങ്ങനെ അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചപ്പോ ഈ അച്ഛന്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, അച്ഛനെന്നും മക്കളുടെ മനസ്സറിഞ്ഞേ പെരുമാറിയിട്ടുള്ളൂ. ഞാനും ഇവളോടൊപ്പം സ്റ്റേറ്റ്സിലേക്ക് പോകാന്ന് വെച്ചു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഇതുവരെ പറയാറുന്നത്. ശരണാലയത്തിൽ അച്ഛന് പരിചയമുള്ളതുകൊണ്ട്. ഹലോ, കിഷോർ സാറല്ലേ? ഇത് ശരണാലയത്തിൽ നിന്നാണ്. അച്ഛൻ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. അത്യാവശ്യമായിരുന്നു. പനി അല്പം കൂടുതലാണ് സാർ. ഇന്ന് തന്നെ വന്ന വളരെ ഉപകാരം. സാറിന്റെ തിരക്ക് ഞങ്ങൾക്കറിയാം. ശരി, അപ്പോൾ ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ? ഓക്കെ സാർ, ഓക്കെ, ശരി. തിരുവേലി ശാന്തിപ്പണി വേണ്ടെന്ന് തന്നെ വെച്ചോ. തിരുവേലി ഉണ്ടെങ്കിൽ അതിനൊരു ഐശ്വര്യം വേറെ തന്നെയാ. തിരുവേലി തന്നെ വേണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിങ്ങള് ബേജാറാവാണ്ടിരിന്ന്. വരൂ സാർ. സാർ, മകൻ കാണാൻ വന്നിരിക്കുന്നു. അച്ഛൻ മരുന്നെല്ലാം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ചേട്ടൻ ഇന്നലെ വിളിച്ചിരുന്നു. അച്ഛനെ അന്വേഷിച്ചായി പറയാൻ പറഞ്ഞു. നാളെ ഞങ്ങൾ ടൂർ ഫിക്സ് ചെയ്തിരിക്കുക. വെക്കേഷൻ അല്ലേ, കുട്ടികൾക്കൊരു എൻജോയ്മെന്റ് ആകട്ടെ എന്ന് കരുതി.
2 ദിവസമായിട്ട് അച്ഛന് വല്ലാത്ത ദീനമുണ്ട്. നിങ്ങളാരെയും കണ്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കായിരുന്നു. പാവം. എന്തിനാ വിഷമിക്കണത്? ഇടക്കൊക്കെ ഞങ്ങൾ വരണില്ലേ? ഇനി ജീവിതം അധികം ഉണ്ടാവുമെന്ന് തോന്നല്ല. അതിനു മുമ്പ് ഈ അച്ഛന് ഒരു ദിവസം, ഒറ്റയ്ക്ക് ഒരു ദിവസം മാത്രം മതി. ഈ അച്ഛന്റെ ഒരു വേണ്ടാത്ത സെന്റിമെന്റ്സ്. ഓക്കെ, ഞാൻ പിന്നെ വരാം. എന്താ ഗോവിന്ദാരെ ഇങ്ങനെയൊക്കെ? നിങ്ങള് പഠിപ്പുള്ളവനല്ലേ? കുട്ടികളുടെ മനസ്സെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? സാറ് വിഷമിക്കാതിരി. സ്വന്തം മക്കളുടെ അത്രയും വരില്ലെങ്കിലും അല്പം സ്നേഹം തരാൻ ജന്മം നൽകണമെന്നില്ല സാറേ. മക്കൾ യാത്ര പറയാനൊരു ബന്ധം ആഗ്രഹിക്കരുതായിരുന്നു. അറിയാം. എന്നാലും മരിക്കുന്നതിന് മുമ്പ് എന്റെ ഭവാനിയുടെ അസ്ഥിത്തറയിൽ ഒരു തിരി തെളിക്കാൻ അത് മാത്രം മതി എനിക്ക്. നിങ്ങൾ കരയണ്ടാന്ന്. മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നവര് ഇവള് മാത്രല്ലല്ലോ. എന്താടോ ഇങ്ങനെയൊക്കെ? അനാഥത്വം മനസ്സിനാണ്. ചിന്തിക്കുന്നത് പോലെ സംഭവിക്കണമെന്ന് വിചാരിക്കുന്നതേ വിഡ്ഢിത്തല്ലേ? താനിങ്ങ് പോരേടോ, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ചിന്തകൾ തീനാളനാഗങ്ങളാ തിരുമുൻപിലെഴും ദേവിയെ കൈവണങ്ങി എത്ര ദിനങ്ങളിൽ ശാന്തി ചെയ്ത തിരുമുറ്റമിറങ്ങി കാൽകളിടറാതെ മനസ്സേ യാത്രയാകല്ലേ ഇരുൾ വീണ പിൻ വഴികളിൽ ദുഃഖമിരുൾ വീഴ്ത്തും വിണ്ണിലിനിയും മറയുന്നു താരങ്ങൾ. ഏകമായി തേങ്ങും ഹൃദന്തമേ ശാന്തമാകുക, ഇനിയൊരുങ്ങുക ഈ മിഥ്യസ്വപ്നങ്ങൾക്ക് കാവലാകുക. ആശകൾ തേങ്ങല ഇല പൊഴിയുന്നൊരി അരിമണൽ തരികളിൽ ചിതയൊരുക്ക ഏതോ കിനാപ്പക്ഷി കരളുരുക്കുന്നൊരാ കനവിന്റെ കനലിലാ ഇനിയുമീ ജന്മത്തെ വീണ്ടെടുക്ക.